ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യമാണ്. അവൻ വിരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീനെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ഒന്നിച്ച് കഴിക്കുന്ന അവസാന പെസഹ, അതിൻ്റെ ഒരു ക്രമീകരണത്തിനു വേണ്ടി പത്രോസിനെയും യോഹന്നാനെയോടും യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ പോയി പെസഹ ഒരുക്കുവിൻ. അവർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എവിടെ ഒരുക്കും? എവിടെ? യേശു പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ കുടം ചുമന്നുകൊണ്ട് നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ്റെ പുറകെ ചെല്ലുക, അവനോട് ചോദിക്കുക, ഗുരുവിനെ പെസഹ കഴിക്കുവാനുള്ള ശാല എവിടെയെന്ന്. അവൻ നിങ്ങൾക്ക് വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും. ഇതാണ് പത്രോസിനോട് യേശു പറഞ്ഞത്. ഈ പകൽക്കാലം ധ്യാന ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിന്ത ഇങ്ങനെയാണ്: അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. യേശു എന്താണ് അവരോട് പറഞ്ഞത് അതവർ കണ്ടു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ഒരാലോചന കർത്താവ് അവരോട് പറഞ്ഞത് അതവർ കണ്ടു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, യേശു ഇവരോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഒന്നുകൂടെ അയവിറക്കുവാൻ, ഒന്നുകൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. നോക്കണം, യെരൂശലേമിൻ്റെ തെരുവീതിയിലൂടെ ഒരു മനുഷ്യൻ കുടം ചുമന്നുകൊണ്ടുവരുന്നു. അവൻ ഇവരെ എതിർപ്പെടും. യെരൂശലേമിൻ്റെ തെരുവിലൂടെ ഒരു പുരുഷൻ കുടം ചുമന്നുകൊണ്ട് നടക്കുന്നത് പതിവല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറില്ല. സ്ത്രീകളാണത് ചെയ്യുന്നതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു പുരുഷൻ കുടം ചുമക്കുന്നു. രണ്ടാമതായിട്ട് ഇവരോട് പറയുകയാണ്, ആ മനുഷ്യനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ വിരിച്ചൊരുക്കിയ ഒരു മാളിക എന്ന് വെച്ചാൽ ഒരുക്കപ്പെട്ട ഒരു മാളിക മുറിയും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. ഇതൊക്കെ അസംഭവ്യമായ കാര്യമല്ലേ? ഒരു വീട്ടിലേക്ക് ഒരു മനുഷ്യനെ വിളിച്ചു കയറ്റാൻ ആരെങ്കിലും സമ്മതിക്കുമോ? ഇതുവരെ അപരിചിതരായ ആളുകളല്ലേ, എങ്ങനെ അകത്ത് കയറ്റും? അപ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരുടെ ബുദ്ധിയുമായി തട്ടിച്ചു നോക്കിയാൽ നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഒന്ന്, ഒരു പുരുഷൻ കുടഞ്ഞു പോകുന്നതുകൊണ്ട് എതിർപ്പെടുന്നു എന്ന് പറഞ്ഞ കാര്യം. രണ്ട്, വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരുമെന്നുള്ളത്. കാരണം എത്ര ദിവസം എടുക്കണം അത് വിരിച്ചൊരുക്കുവാൻ? 3, ഒരപരിചിതരായ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകളെ സ്വന്തം വീട്ടിനകത്ത് കയറ്റി പെസഹ കഴിക്കാൻ അനുവാദം കൊടുക്കുക എന്നുള്ളത്. ഇതൊക്കെ സംഭവ്യമായ ഒരു കാര്യമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. തന്നെയല്ല, വൻമാളിക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായൊരു മനുഷ്യനായിരിക്കില്ല, അല്പം ധനാഢ്യനായൊരു മനുഷ്യനായിരിക്കും. യെരൂശലേം എന്ന് പറഞ്ഞാൽ ധനികരായ ആളുകൾ താമസിക്കുന്ന ഒരു സിറ്റിയാണ്, ഒരു വലിയ ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തൊരു വൻമാളികയുള്ളവൻ ധനികനായിരിക്കണം. ഇതെല്ലാം അൺയൂഷ്വലാണ്, യൂഷ്വലായി നടക്കുന്ന കാര്യമല്ല. എന്നാൽ നിങ്ങൾ നോക്കണം, യേശു അത് പത്രോസിനോടും യോഹന്നാനോടും പറയുമ്പോൾ പത്രോസും യോഹന്നാനും യേശുവിൻ്റെ വാക്ക് കേട്ടു പോകുകയും, എന്താ പത്രോസേ നീ പോകാൻ കാരണം? പത്രോസിന് പറയാനൊരു കാര്യമുണ്ട്.
ഒരിക്കൽ ഗന്നസരീത്ത് തടാകത്തിൻ്റെ കരയിൽ ശൂന്യതയുടെ പല പടകും ശൂന്യതയുടെ വലയും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശു തൻ്റെ പടകിലേക്കൊന്ന് കയറുന്നു. യേശു ജനവുമായി സംസാരിക്കുന്നു. ശേഷമായി പത്രോസിനോട് പറയുന്നൊരു വാക്കാണ്, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവീനെന്ന്. യേശുവിനോട് അന്ന് പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ചതാ, വല കഴുകി വെച്ചതാ. ഒരു മുക്കുവൻ വല കഴുകിയാൽ പിന്നെ അടുത്ത മീൻപിടുത്തത്തിന് ഇറക്കാറുള്ളൂ. രാത്രി മുഴുവൻ അധ്വാനിച്ച് വല കഴുകി വെച്ച വല ഒരു പ്രാവശ്യം കൂടെ ഇറക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ യേശുവിൻ്റെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട്, എങ്കിലും നാഥാദിൻ്റെ വാക്കിന് വല ഇറക്കാമെന്ന് പറഞ്ഞ് വല ഇറക്കിയപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം പത്രോസിന് ലഭിച്ചത്. കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ചിറങ്ങി തിരിച്ചാൽ അവിടെ വലിയ അത്ഭുതം നടക്കുമെന്ന് പത്രോസ് ഇന്നല്ല കണ്ടത്. യേശുവുമായി ഉള്ള ബന്ധത്തിൽ ആദ്യത്തെ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അത്ഭുതം അത് കണ്ടവനാ പത്രോസ്. ഹല്ലേലൂയ. അങ്ങനെ ആ വലയും ആ നിറഞ്ഞ പടവുമൊക്കെ വിട്ടിട്ടാ യേശുവിൻ്റെ പിറകെ ഇറക്കി തിരിച്ചത്. അതുകൊണ്ട് പത്രോസിന് ഉറപ്പുണ്ട്, നാഥൻ പറഞ്ഞാൽ അതൊരിക്കലും നടക്കാതിരിക്കില്ല. പിന്നീട് ഒരിക്കൽ തനിക്ക് കരം കൊടുക്കുവാൻ നിവർത്തിയില്ലാതിരുന്നപ്പോൾ യേശുവിനോട് ചെന്നൊരു ചോദ്യം ചോദിച്ചു, യേശുവേ, കരം കൊടുക്കണം. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നീ ചൂണ്ടയിടിച്ചു കൊണ്ടുപോയി ഇത് ആദ്യം പിടിക്കുന്ന മീൻ്റെ വായിൽ ചതുർദ്രഹ്മപ്പണമുണ്ടാകും. നിനക്കും എനിക്കും വേണ്ടി ദേവാലയത്തിൽ കരം കൊടുക്കുവിൻ. ദൈവമക്കളെ, അന്നും പത്രോസ് അത് കണ്ടതാ. തൻ്റെ ചൂണ്ടയിലേക്ക് കുരുക്കപ്പെട്ട മീൻ്റെ വായ്ക്കകത്ത് ചതുർദ്രഹ്മപ്പണം താൻ കണ്ടവനാ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, കേവലം ഇന്നു മാത്രമല്ല പത്രോസ് യേശു പറഞ്ഞ വാക്ക് തൻ്റെ ജീവിതത്തിൽ കണ്ട് അനുഭവിക്കുന്നത് ഈ പെസഹയുടെ ഒരുക്കത്തിനു വേണ്ടി പോകാൻ പറയുമ്പോൾ മാത്രമല്ല, അതിനു മുമ്പും പത്രോസ് അത് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു പറയുമ്പോൾ അതിനകത്ത് അസാധാരണത്വമുണ്ടെങ്കിലും നടക്കാൻ സാധ്യതയില്ലെന്ന് തോന്നിയാലും പത്രോസിന് പിന്മാറാൻ കഴിയുകയില്ല. ഇന്നലകളിൽ നടന്നത് പത്രോസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സ്നാപക യോഹന്നാനോട് തന്നെ സ്നാനപ്പെടുത്തുവാൻ കൽപ്പിച്ചവൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ്റെ മേലേക്ക് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ വരും. അവനാകുന്നു നീ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ട മശിഹ. സ്നാപക യോഹന്നാൻ ആയിരക്കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തി. ഒരു ദിവസം സ്നാനം സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു. യോഹന്നാന് ഉറപ്പായി, ഇവനാണ് ഞാൻ പരിചയപ്പെടുത്തേണ്ട, ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട സാക്ഷാൽ മശിഹ ഇവനാണെന്ന് യോഹന്നാൻ ഉറപ്പായി. ഇന്ന് പകൽക്കാലം നിന്നോട് ദൈവം പറഞ്ഞതൊക്കെ നിന്റെ കണ്ണിൻ മുമ്പിൽ കാണിക്കും. നിന്നോട് പറഞ്ഞതും പ്രൈസ് ദി ലോർഡ് ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അൺയൂഷ്വലായി
ഹല്ലേലൂയ, ഇതൊന്നും നടക്കാൻ സാധ്യതയില്ലെന്നും മനസ്സ് പറഞ്ഞ പലതും ഉണ്ടാകാം. പക്ഷേ ദൈവം നിന്നോട് എന്താ പറഞ്ഞത്, അതൊക്കെ നടക്കും. ദൈവം പറഞ്ഞതും നീ കാണുന്നതും ഇടയ്ക്ക് ഒരുപക്ഷെങ്കിൽ നിന്റെ ബുദ്ധിക്ക് നിരക്കാത്തതും നിന്റെ ബുദ്ധിയോട് ഒത്തുപോകാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ നടന്നേക്കാം. പക്ഷെ ഒരു കാര്യം സത്യമാ, നീ അത് കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും വിരിച്ചൊരുക്കിയ ആ വന്മാളിക യേശു എങ്ങനെ പറഞ്ഞു അതുപോലെ കണ്ടു. ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നോട് പറഞ്ഞ ആലോചനകൾ, കർത്താവ് നിന്നോട് പറഞ്ഞ ദൂതുകൾ, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞതെല്ലാം നിന്റെ ജീവിതത്തിൽ സാധിപ്പിക്കുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ സമർപ്പിക്ക്, അവൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് പകൽക്കാലം അസാധ്യമെന്നും അസംഭവമെന്നും നടക്കത്തില്ലെന്നും ലോകവും നിന്റെ ബുദ്ധിയും പറയും. പക്ഷേ ദൈവം പറഞ്ഞോ അത് നടത്തി തരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലകളിൽ നടത്തി തന്നവൻ, പ്രൈസ് ദി ലോർഡ്, ഇന്നുകളിലും അത് നടത്തി തരാൻ ശക്തനാണ്. പത്രോസും യോഹന്നാനും യേശു എന്താണ് പറഞ്ഞത് അത് കണ്ണുകൊണ്ട് കണ്ടു, അത് കണ്ണുകൊണ്ട് കണ്ടു. അവർ അവിടെ പെസഹ ഒരുക്കി. ഇന്ന് പകൽക്കാലം ജനമേ, ഹല്ലേലൂയ, ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നീ കേട്ടുവോ അതെല്ലാം നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിവർത്തിയാകുന്ന ദിനം നിന്റെ മുമ്പിലുണ്ട്. ഒരു പക്ഷെങ്കിൽ ഹല്ലേലൂയ അതിൻ്റെ ഇടയിൽ നിന്റെ ബുദ്ധിക്ക് നിരക്കാത്തതൊക്കെ വന്നെന്നിരിക്കാം. അതിനെയൊക്കെ വിട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല, അങ്ങനെ ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല എന്നൊക്കെ ബുദ്ധി പറയാം. പക്ഷേ കർത്താവാണോ പറഞ്ഞത്, അതിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, പത്രോസിനും യോഹന്നാനോടും അങ്ങ് എന്തു പറഞ്ഞോ അതവർ കണ്ണുകൊണ്ട് കണ്ടു. ഹല്ലേലൂയ. അവിടെ അവർ പെസഹ ഒരുക്കി. അതേ കർത്താവേ, അങ്ങ് പറഞ്ഞത് കണ്ണുകൊണ്ട് കാണുവാൻ, അങ്ങ് പറഞ്ഞത് കർത്താവെ കൈകൊണ്ട് സ്പർശിക്കുവാൻ, അങ്ങ് പറഞ്ഞത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവെ വചനം കേട്ട് അവിടുത്തെ ജനത്തിനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ ശൂന്യതയുടെ വല നിറച്ചവൻ, ശൂന്യതയുടെ പടക നിറച്ചവൻ, ഇന്നലകളിൽ ഹല്ലേലൂയ കരം കൊടുക്കാൻ കഴിവില്ലാതിരുന്നപ്പോൾ ചൂണ്ടലിൻ്റെ വായിൽ പിടിച്ച ആ മത്സ്യത്തിൻ്റെ വായിലുള്ളത് കൊടുത്തത്. ഹല്ലേലൂയ. അതെ, ഇന്നലകളിൽ അങ്ങ് പറഞ്ഞ് നടന്നുവെങ്കിൽ, ഇന്നലകളിൽ അങ്ങ് പറഞ്ഞത് സാധിപ്പിച്ചുവെങ്കിൽ ഇന്നുകളത് സാധിപ്പിക്കും എന്ന് ഈ വചനം കേൾക്കുന്ന ജനത്തിന് ഉറപ്പ് കൊടുക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും അവരെ എഴുന്നേൽപ്പിക്കുകയും കർത്താവേ അവർക്ക് ചൈതന്യം വരുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവേ, എല്ലാ മഹത്വം അവിടുത്തേക്ക്. ഞങ്ങൾക്ക് ആജീവമച്ചൊക്കെ സുഭിക്ഷ തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനതയുടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.